യോഹന്നാൻ്റെ എല്ലാ കാര്യവും കർത്താവ് കണ്ടതാണ്. വക്ഷസ്സിൽ കിടന്നതാണ് ആൾ. അന്ത്യത്താഴ് സമയത്ത് നിന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചതാണ്. അനുസരിച്ച് കൂടെ വന്നതാണ്. അതിനുശേഷം കുരിശിന് ചുവട്ട് നിന്നതാണ്. ഇത്രയും കാര്യം ഓക്കെയാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ പാളിപ്പോയി. അവസാനം എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞ് വള്ളത്തെ തന്നെ ഇരുന്ന് പോയി പാവപ്പെട്ടവൻ. ചാടി കടലിൽ വീണത് നീന്തി കയറി കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെന്നവനാണ് താക്കോല് കിട്ടുന്നത്. എന്താ കാര്യം? അവൻ്റെ അവസാന പ്രവർത്തനങ്ങൾ വിജയിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സാക്ഷ്യം വഹിക്കാനുള്ള എൻ്റെ മിഷൻ ചൈതന്യം അന്ത്യം വരെ അഭിഷേകപൂരിതമാകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങേ ആത്മാവിനാൽ അത് ഊതി കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഗരങ്ങളെ ശാന്തമാക്കി ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇരിപ്പുകാരത്തേക്ക് യോഹന്നാൻ ഇപ്പോൾ വള്ളത്തെ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാമോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മഗ്ദലനിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജപമാല ചൊല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷെ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അധരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡുണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരെയും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തത്തില്ല. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതണതും വായിക്കണതുമല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയമെന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ല എൻ്റെ ഇടയ്ക്ക്. കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ ഐസി പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കണത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോഴോടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്.
യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു 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 യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയില്ലാത്തുള്ള കാലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയം. മറിയത്തിന് എന്താ പണി കിട്ടിയിട്ട് നോക്കി ആ വായിച്ച് 11:20 വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ടാ പറയാൻ? അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ല. മാർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ? നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണ? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്ത് ഇറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷെ മറിയത്തിന് ആ വചനം പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്നെന്ന്. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടുത്തെ കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്? ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാ കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തിന് കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമി സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷെ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും 2 കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ, അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കണത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം കേട്ടയാളാണ്. അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നുള്ള സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട്
ആണ് ഈശോ. നോക്കൂ, അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലേ. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയുവേ, അന്തിമ നാളിൽ, ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതാരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. സി, ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവര്? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിന് വെളിപ്പെടുത്തും. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് കൃപാസന മാതാവിനോട് 1000 സോറി പറയുന്നു. എൻ്റെ പേര് ജോസി, ഹസ്ബൻഡ് സിജോ, കുഞ്ഞ് ഇമ്മാനുവൽ. ഞങ്ങൾ ഇറ്റലിയിലെ ഫയൻസ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2019 മാർച്ച് 15 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. 4.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങളെന്നും അവിടെ ചെന്ന് 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലുമ്പം വയറ്റിൽ ഒരു തുള്ളി ഇവിടുത്തെ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച ശേഷമാണ് പ്രാർത്ഥന ചെല്ലുന്നത്. അന്നേരം ഞങ്ങൾ മാതാവിനോട് പറയുമായിരുന്നു, 2021 മെയ് മാസം കണക്ക്, അതായത് മെയ് മാസം 31 മുമ്പായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. 2021 ഏപ്രിൽ 15 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹസ്ബൻഡിന് അവിടെ 2.5 വർഷമായി വന്നിട്ടും ജോലിയില്ലായിരുന്നു. അത് മാതാവ് ഒരു നല്ല ജോലി തന്ന് അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ പപ്പായ്ക്ക് 3-4 വർഷമായിട്ട് തലവേദനയുണ്ടായിരുന്നു. മരുന്നുകളൊക്കെ കുറേ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്നും തലവേദന കുറയുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പലിത്തൈലം തൂത്ത് പപ്പ 1 വർഷത്തോളം കാലം പപ്പായും മമ്മി ഇവിടെ വരുമായിരുന്നു. കൃപാസ്ഥാനത്തിൽ വന്ന ശേഷം തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ 4മതായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം, എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ലായിരുന്നു. ഒരു കണ്ണിനേ ഉള്ളായിരുന്നു കാഴ്ചശക്തി ഉള്ളൂ. അതും കുറഞ്ഞു വരികയായിരുന്നു. ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്താലൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഏതാണ്ട് 85% ആ കണ്ണിൻ്റെ കാഴ്ചശക്തി മുഴുവൻ പോയേക്കുക എന്ന് പറഞ്ഞു. വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി ചെയ്ത ശേഷം കാഴ്ചശക്തി ആ കണ്ണിന് ലഭിച്ചു. കൃപാസന മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഗീത, ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 4 മാസമാണ് ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്കിവിടെ വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കാലിൽ 2 മുട്ടും നടക്കാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ട്രെയിനിലിരുന്ന് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് നടന്നു. അതിനു മുമ്പേ ഡോക്ടർ പറഞ്ഞു, കാലിൻ്റെ 2 മുട്ടിൻ്റെയും വേദന നിങ്ങളുടെ ഓപ്പറേഷൻ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മുന്നിലോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വളരെ വിഷമത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്. പക്ഷെ വന്നിട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ വേദനയും എൻ്റെ അമ്മയും ഈശോയും മാറ്റി തന്നു. ശേഷം അതുപോലെ എൻ്റെ മകൻ ഒരു കുട്ടിക്ക് വേണ്ടി 7 വർഷം കൊണ്ട് ഇരിക്കുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ മകനൊരു കുട്ടിയെ കൊടുക്കണം ഈശോയെ. 7 വർഷമായി. പക്ഷേ ഡിസംബർ 15 ഒരു മകനെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ മരുമകന് ജോലിയില്ല, ഒരുപാട് വിഷമിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എവിടെയെങ്കിലും നല്ല വെളിയിലൊരു ജോലി കിട്ടണമെന്ന്. ആ മകന് ദുബായിൽ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഒരുപാട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് ഇത് കിട്ടി. ഞാൻ ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല, ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ എണ്ണയും ഉപ്പെല്ലാം ഉപയോഗിച്ച് ഉടമ്പടി തൈലം എല്ലാം ഉപയോഗിച്ച് ഞാൻ പല്ലുവേദന വന്നാലും എന്ത് വന്നാലും ഉപയോഗിക്കും. അതിലെല്ലാം എനിക്കിത് കിട്ടി. അതുപോലെ BP ഷുഗറൊക്കെ കൂടുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് വെള്ളം കുടിക്കും. ഉടനെ തന്നെ BP കുറയും. എല്ലാം അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടി. അതിനൊക്കെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി പറയുന്നു. എലിസബത്ത് വർഗീസ്. ഞാൻ
2019 ഉടമ്പടി എടുത്തത്. ഒക്ടോബർ 21 ഒന്നും കൂടെ പുതുക്കിയതിന് ശേഷം എനിക്ക് സാക്ഷ്യം കിട്ടിയതാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൾ ലിയെ അതിൻ്റെ കുഞ്ഞും സ്പെക്സ് വെച്ചുകൊണ്ടിരുന്ന ഏച്ചാണ്. അന്ന് ഞങ്ങൾ വന്നതിന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും തേനും ഉപ്പും ഇതിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സ്പെക്സ് മാറ്റുവാനും സാധിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം, എൻ്റെ ഹസ്ബൻഡ് ഉദരരോഗത്തിന് ഞാൻ പത്രം ആ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ പത്രം തേനും ഉപ്പും എല്ലാം കൊടുത്ത് എന്നെ ഫലമായി ആ അസുഖം മാറി കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ വസ്തു 17 വെച്ചതാണ്. ഞങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർ വരികയും ചെയ്തു. പക്ഷെ വസ്തു എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ മകൾ ആ വസ്തു എടുക്കാനുള്ള പൈസ തന്ന് എന്നെ സഹായിച്ചു. ആ വസ്തു എടുത്തു. പക്ഷേ ഈ സ്ഥലം വാങ്ങിക്കാൻ പറയുന്ന ആൾ എനിക്ക് വാങ്ങിച്ചേമില്ല. പക്ഷേ അച്ഛൻ എപ്പോഴും പറയില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയില്ലേ, അതേപോലെയാണ് എനിക്ക് സംഭവിച്ചത്. നാലാമത്തത്, എൻ്റെ മകളുടെ മൂത്ത മോളുടെ കാലിന് ഫ്രാക്ചർ വന്നതിൻ്റെ സംശയം ഞാൻ ഉപ്പും തേനും എല്ലാം വിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മോളിപ്പം നടക്കാനാവുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പേരക്കിടാവ്, ആ മോളുടെ കുട്ടിയുടെ പേരക്കിടാവ് തിളച്ച വെള്ളം വീണിട്ട് ഉപ്പും തേനൊക്കെ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിലോട്ട് മാതാവിനെ, കൃപാസന മാതാവിനെ, ഈശോനെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ആ മകന് ഒരു വേദനയില്ലാണ്ട് 1 മാസത്തോളം അത് ഞങ്ങൾ ഉപ്പും തേനൊക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ശക്തനായവൻ എനിക്ക് ഇവിടെ എളുപ്പം എനിക്ക് വൻകാര്യം ചെയ്തു തന്നിരിക്കുന്നു. എൻ്റെ പേര് സ്റ്റെഫി ആൽവിൻ. ഞാൻ അന്നമനടയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളാണ്. എനിക്ക് മൂത്ത മകൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതുകൊണ്ട് അബോർഷനായി പോയി. അത് കഴിഞ്ഞ് പിറ്റേ വർഷം വീണ്ടും പ്രഗ്നൻ്റായി. പക്ഷെ പ്രഗ്നൻസി കൺഫേം ആക്കി അന്ന് തന്നെ ഹസ്ബൻഡിന് ചിക്കൻ ബോക്സ് വന്നു. ഞങ്ങൾ വിദേശത്തായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് അന്നേ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ പ്രഗ്നൻസി കൺഫേം ആയ ടൈമിൽ തന്നെയാണ് ഹസ്ബൻഡിന് ചിക്കൻ ബോക്സ് പറഞ്ഞത്. അപ്പോൾ അന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് മേ ബി എനിക്ക് ചിക്കൻ ബോക്സ് വന്നാൽ കുഞ്ഞിനത് അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കും ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ഗർഭാവസ്ഥ സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിന് കിട്ടുവാണെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യത്തോടു കൂടി കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നുകിൽ ശാരീരിക വൈകല്യങ്ങളുണ്ടാവാം, അതല്ലെങ്കിൽ കാഴ്ചയ്ക്ക്, കേൾവിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനും ഹസ്ബൻഡും തീരുമാനം എടുത്തിരുന്നു, മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏതൊരവസ്ഥയിലും സ്വീകരിക്കാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടേഴ്സ് തവണ പറഞ്ഞിട്ടും ഞങ്ങളൊരു ഉറപ്പ് അങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന്. ആ സമയത്ത് ഇതെൻ്റെ അമ്മയാണ്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഈ പറഞ്ഞ കാര്യം ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ വന്ന് അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അമ്മ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞു, 1.5 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും ഇതിനു മുൻപ് ഒരു അബോർഷനായ ഒരു മകളുടെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടൊരമ്മ, അത് മാതാവ് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മ അതപ്പം തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് വന്നു. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ഈ കുഞ്ഞാണെൻ്റെ കയ്യിലിരിക്കുന്നത് മാതാവ് എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2 വർഷമായി, മോന് 2 വയസ്സായി. ഞങ്ങൾക്കിവിടെ എത്താൻ പറ്റിയില്ല. ഈ സാക്ഷ്യം വെളിപ്പെടുത്താനായിട്ട് ഇത്ര വൈകിയതിൽ പരിശുദ്ധ അമ്മയോട് മാപ്പപേക്ഷിക്കുന്നു. പേര് ജെയിനി തോമസ്. തൃശ്ശൂർ രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മനക്കൊടിയാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ 2018 ഞാൻ വന്നിട്ട് മെയ് മാസത്തിലാണ് ഞാൻ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ബിസിനസ്സാണ്. അപ്പോൾ ഫാൻസി കടയായിരുന്നു, അത് ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അത് വിറ്റ് തരാൻ വേണ്ടി ഞാൻ മാധവനോട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിരുന്നു. അത് വിറ്റ് തന്നു.
പിന്നെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാവണമായിരുന്നു. ഞങ്ങൾക്ക് സർജിക്കലിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ 20 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ 2 കൊല്ലം വഴിയാണ് ഉള്ളത്, 20 വർഷമായിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ മാനേജർ പറഞ്ഞു സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പിന്നത്തെ ആഴ്ച ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി ചോദിക്കാൻ വെച്ചിട്ട് ചെന്നപ്പോൾ ആൾ പറഞ്ഞു കടലാസുകളൊക്കെ കൊണ്ടുപോയോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ മോൻ ഒരു സാധാ പഠിക്കുന്ന ഒരു വ്യക്തി ഫുൾ A+ കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവന് ഫുൾ A+ കിട്ടി. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും നടത്തി തന്നു. പിന്നെ എൻ്റെ മോള് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് സ്കൂൾ ബേസിൽ പോകുമ്പോൾ ഈ കാശ് രൂപം കൊണ്ടുപോകായിരുന്നു. മോനും ഞാൻ കൊടുത്തയച്ചിരുന്നു. ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവന് ഫുൾ A+ കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ അയൽപ്പക്കാരായിട്ട് അത്ര അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളാണ്, പക്ഷെ അത്ര രസത്തിലല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാ കാര്യത്തിനും വിളിക്കും, അവരൊന്നിനും വരില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ അവർ പിന്നെ വരികയും കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 5 കൊല്ലം വഴി ആക്കി തരികയും ചെയ്തു. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാനോടും നന്ദി പറയും. എൻ്റെ പേര് അഞ്ജു. ഞാൻ കൊറ്റംകുളങ്ങര സെയിൻറ്റ് പോൾ കാലാത്ത ഇടവകയിൽ നിന്നുള്ള അംഗമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2019. 2 മെയിൻ കാര്യത്തിനാണ് വന്നത്. ഒന്ന് ജോലി, ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി, നല്ല ശമ്പളത്തോടുള്ള ജോലിയും, പിന്നെ എൻ്റെ ചേച്ചിക്കൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 2019 തൊട്ടുള്ള കിട്ടുന്ന എനിക്ക് അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞാണ് ഉണ്ടായത്. അവൾ വളരെ നല്ല ആരോഗ്യത്തോടെയുള്ള കുഞ്ഞും പിന്നെ നല്ല ബ്ലെസ്സിങ്സ് ആയിട്ടുള്ളൊരു കുഞ്ഞും കൂടിയാണ് വന്നത്. രണ്ടാമത്തെ കാര്യം എൻ്റെ ജോലി കിട്ടിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒക്ടോബറിലാണെങ്കിൽ മാർച്ചിൽ ജോലി കിട്ടി. മാർച്ചിൽ ജോലിക്ക് കയറിയതും ഏപ്രിലിൽ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞ് അവർ പറഞ്ഞത് ജോലിയിൽ നിന്ന് മിക്കവാറും പറഞ്ഞു വിടും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അതിന് 3 മാസം ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മാതാവിൻ്റെ അടുത്ത് ഈശോ അടുത്ത് ഒരു കാര്യം പറഞ്ഞോളൂ, പെർഫോമൻസ് നല്ലതായിരിക്കണം എൻ്റെ, അത് കണ്ടു വേണം അവരുടെ തീരുമാനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 3 മാസത്തെ എൻ്റെ പെർഫോമൻസ് അവർ കണ്ടിട്ട് എനിക്ക് ജോലി തന്നു. അവർ പകുതി ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. പകുതി ശമ്പളത്തിന് ആണ് വർക്ക് ചെയ്തത്. പക്ഷേ അവിടെ ഞാൻ കയറിയത് എക്സിക്യൂട്ടീവ് ലെവലിലാണ് കയറിയത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മാനേജർ പൊസിഷനിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, ഫുൾ ശമ്പളത്തോടെ തന്നെ. വേറെ കമ്പനിയിൽ ജോലി കിട്ടി, അവിടെയും മാനേജർ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത് എൻ്റെ ജീവൻ തന്നെ. ഞാൻ അവിടെ ജോലിയിൽ വർക്ക് ചെയ്യാൻ നേരത്ത് എന്തോ ഒരു ആവശ്യത്തിന് എൻ്റെ അടുത്ത് ഓഫീസിൽ വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടറായിട്ട് ഓഫീസിൽ പോയി. അവിടുന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആക്സിഡൻറ്റ് സംഭവിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ തന്നെ കിട്ടുന്നത്. ആക്സിഡൻ്റായി എനിക്ക് ചെറിയ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു, റിബ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, കോളർ ബോൺ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, പിന്നെ ആങ്കിളിലൊരു നല്ലൊരു വൂണ്ടും ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആക്സിഡൻ്റായി അവിടെ കുറച്ച് നേരം റോഡിലെ സൈഡിൽ തന്നെ കിടക്കുമായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് റൈറ്റ് സൈഡ് ഫുൾ നല്ല പരിക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ആർക്കും കോവിഡ് സമയം കൂടെ ആയതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ ആക്കാനായിട്ട് ആരും അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പം ഇതൊക്കെ ഞാൻ കേട്ടതാണ്. അവിടുന്ന് ഒരു അമ്മയും മോളും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് തിരക്ക് കണ്ടു വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ
റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്കൂട്ടറുമായിട്ട് മാറി കിടക്കുന്ന കണ്ടത്. അവരുടെ അടുത്ത് പറഞ്ഞെങ്കിലും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒരമ്മ വന്നിട്ട് അവരെന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് എല്ലാത്തിനും സർജറി വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹത്താലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും ബ്രെയിൻ സർജറി വേണ്ടാന്ന് പറഞ്ഞു. അത് 5 ദിവസത്തിനുള്ളിൽ ശരിയായി കഴിഞ്ഞ് കോളർ ബോണ്ട് സർജറി വേണ്ടി വന്നു. കാലിലുള്ള വൂണ്ടിനും സർജറി വേണ്ടി വന്നു.